Hello. Welcome to market discussion of the day. Today, 21st of April 2025, Monday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഈസ്റ്റർ ഹോളിഡേ ആയിട്ടുള്ള ദിവസമാണ്. അപ്പം ഈസ്റ്റർ ഹോളിഡേയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അൺഈവൻ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം അല്ലേ. കാരണം ലോ വോളിയം ആയതുകൊണ്ടിട്ട് തന്നെ ഏതെങ്കിലും അറിയില്ല ഏതെങ്കിലും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭയങ്കരമായ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളൊരു ദിവസമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. ഗോൾഡ് ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് ജമ്പ് അപ്പ് ചെയ്തിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ക്യാൻഡിലാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ നേരെ ഓൾമോസ്റ്റ് 3331 സ്റ്റാർട്ട് ചെയ്തത്. 3327 അവസാനിച്ച ക്യാൻഡിൽ 3331 ഗോൾഡിൽ സ്റ്റാർട്ട് ചെയ്തത്. അത് ഓൾമോസ്റ്റ് $100 മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതുകൊണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുക ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ ലോ വോളിയമുള്ള മാർക്കറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറയുന്നത്. സോ ഇപ്പോൾ മാർക്കറ്റ് 3426 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ 1 അവർ ക്യാൻഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 3:18. ഓക്കെ, ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ഈ ഒരു വീക്കെൻഡിൽ ഞാനൊരു ഹോളിഡേയിലായിരുന്നു. സോ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചതിനകത്ത് എനിക്ക് റിപ്ലൈ ഒന്നും തരാൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പല ആൾക്കാർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവർക്ക് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ എനിക്ക് ടൈം കിട്ടിയില്ല. ഇപ്പോഴാണ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്രാഷ് കോഴ്സാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ട്രെയിനിങ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 4 ദിവസത്തെ ബാച്ചായിരിക്കും. 7:30-ക്കും 10 മണിക്കുമായിട്ടുള്ള 2 ബാച്ചായിട്ടായിരിക്കും നമ്മൾ മലയാളം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം എനിക്ക് മെസ്സേജ് അയക്കാം. വെറുതെ മെസ്സേജ് അയക്കരുത്. എന്താണെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ഒരു കാരണവശാലും അയക്കരുത്. അങ്ങനത്തുള്ള ആൾക്കാർ അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു പെയ്ഡ് സെഷൻ, ഓക്കെ, 9,999 റുപ്പീസ് വരുന്നത് ഒരു ഫ്രീ കോഴ്സ്, പെയ്ഡ് കോഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. April 22nd, 2025. അത് എല്ലാ ലാംഗ്വേജസിലും ഉണ്ടാവും. ഓക്കെ, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എല്ലാ ലാംഗ്വേജസിലും ഉള്ള ഒരു ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഓൾറെഡി രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ചായിരിക്കും. അപ്പം നിങ്ങൾക്കത് എന്താ പറയുക, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കോഴ്സായിരിക്കും. അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മുടെ ഫ്രീ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും ഈ വട്ടം നമുക്കൊരു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ഒരു ഓഫർ പ്രമാണിച്ചാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു 9,999 ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽസ് അല്ല. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫണ്ടമെന്റലിലോട്ടാണ് വരുന്നത് അല്ലേ. സോ ഫണ്ടമെന്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ IMFൻ്റെ മീറ്റിംഗ് ആണ്. ഓക്കെ, സോ IMFൻ്റെ മീറ്റിംഗ് ആണ് ഇന്ന്. പ്രത്യേകിച്ച് വേറെ ന്യൂസുകളൊന്നുമില്ല. IMFൻ്റെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നാളെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറയാനായിട്ട് വേറെ പ്രത്യേകിച്ച് ന്യൂസ് ഒന്നുമില്ല. മറ്റന്നാളും പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ന്യൂ ഹോം സെയിൽസ് 3 മണിക്ക് വരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് 3:30 വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നീട് മറ്റന്നാൾ ബുധനാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. അത് GBPനെ മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. സോ വ്യാഴാഴ്ചയും അതേപോലെ തന്നെ IMF മീറ്റിംഗ് ഉണ്ട്. ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട് 1:30-ക്ക്. ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസും ഉണ്ട്. ഓക്കെ, വെള്ളിയാഴ്ച അതേപോലെ IMFൻ്റെ മീറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് വരുന്നത്. സാറ്റർഡേ IMFൻ്റെ മീറ്റിംഗ് നീങ്ങിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ IMFൻ്റെ മീറ്റിംഗ് എന്തിനാണ് അത് ഇത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത്? കാരണം US ഓൾറെഡി IMFുമായിട്ടുള്ളൊരു അതിൻ്റെ തലപ്പത്ത്
നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് അവരൊരു ബാക്ക് വലിയുന്നത് പോലത്തുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ടിട്ട് അവിടെ ചൈന അതിനെ സപ്പോർട്ട് ചെയ്യും, ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കുറേ എന്താ പറയുക കുറേ കാര്യങ്ങൾ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അത് കാരണം വീണ്ടും US സ്റ്റെപ്പ് ഡൗൺ ചെയ്യാതെ US അവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് അൺസർട്ടൺ സിറ്റുവേഷൻസ് നമ്മളുടെ വേൾഡിൽ നടക്കുന്നത് കൊണ്ടിട്ടാണ് അതിൻ്റെ എല്ലാം എന്താ പറയുക പ്രഷർ ഗോൾഡിലോട്ട് വരുന്നത്. അപ്പോൾ ഗോൾഡ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഗോൾഡ് 3225 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, സോ ഇതാണ് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ആഴ്ചത്തെ എല്ലാ ദിവസവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വേൾഡിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല പല ന്യൂസുകൾ വരാനിരിക്കുന്നു. പൊളിറ്റിക്കൽ ന്യൂസ്, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾക്കൊന്നും വലിയ പ്രത്യേകത ഇല്ല എങ്കിലും പൊളിറ്റിക്കലായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും കച്ചവടം ചെയ്യാതിരിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ടത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിൽ വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 140.66 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് ഇപ്പോൾ JPY കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 142 എന്ന് പറയുന്ന ഒരു റേഞ്ച് വിട്ട് കഴിഞ്ഞാൽ 140 എത്രയാണ് 140 അവിടെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം അല്ലേ. നമുക്കിനി നല്ലൊരു റേഞ്ച്, ഇപ്പം ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 140 പോയിന്റ്, ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് 140.46 എന്ന് പറയുന്ന റേഞ്ചാണ്. ഓക്കെ, അവിടെ നിന്നല്ല 140 അടുത്ത് വെച്ച് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അവിടുന്ന് കുറച്ച് 2-3 ദിവസം നമുക്ക് ഉറപ്പായിട്ട് 140 to 142 റേഞ്ചിൽ നമുക്ക് JPY കിട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ ഇടയ്ക്ക് ട്രേഡ് എടുക്കാതിരിക്കുക. 140.1 140.2 ആ റേഞ്ചിലൊക്കെ ബൈ ചെയ്യുക. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് 139.50 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പറയുന്നുണ്ടായിരുന്നു 140 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ, മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്ത് 140 താഴെയും പിറ്റേ ദിവസം ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 140 താഴെയും ആഴിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മാർക്കറ്റ് ഒരു താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്. 120 വരെ പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതാണ് കാര്യം. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ പോവുക. 140 അവിടെ നിന്ന് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊരു ജംഗ്ഷനായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ യൂറോയിൽ നമ്മൾ പറയുമ്പോൾ യൂറോ നമ്മൾ നേരത്തെ 1.0100 കഴിഞ്ഞ് ജാനുവരിയിൽ കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ലോങ് ടേം ബൈ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ വമ്പൻ പ്രോഫിറ്റാണ്. ഒരു ലോട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു $15,000 പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ യൂറോയിലും GBPയിലും അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1.1500 ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഉറപ്പായിട്ടും റീട്രേസ്മെൻറ്റിന് വരും. അങ്ങനെ റീട്രേസ് ചെയ്ത് 1.100 അവിടെ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു ലോങ്ങർ ടേം ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് യൂറോയിലുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, അല്ല ഒരു ഷോർട്ട് ടേം ട്രേഡിനൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം 1.1500 മുകളിലായിട്ട് മാർക്കറ്റ് കടന്നില്ല. നാളെ രാവിലെ 1.1500 അടുത്തൊക്കെ ആണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ചെറിയൊരു സെല്ലെടുക്കാം. ചെറിയൊരു സെല്ല്, അതായത് ഒരു 30 to 40 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് എടുത്ത് മാറുന്ന രീതിയിലുള്ളൊരു സെല്ല് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് ഇത്രയും മുകളിൽ നിൽക്കുന്നൊരു സംഭവം ബൈ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. താഴോട്ട് റീട്രേസ്മെൻറ്റ് കിട്ടിയാൽ മാത്രമായിട്ട് ബൈ ചെയ്യുക. 1.1500 റിസ്കി സെല്ലാണ് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ. കാരണം ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം അവിടുന്ന് സെല്ല് എടുക്കുന്ന ആൾക്കാർ സെല്ല് ചെയ്യാനായിട്ട്. ഓക്കെ, GBPയും സെയിം തന്നെയാണ്. 1.34067 1.32 നിന്നൊക്കെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് ഓൾമോസ്റ്റ് 100-120 പിപ്പോളം മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 1.3400. നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് റീട്രേസ് ചെയ്ത് താഴെ വന്നാൽ
2800 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിയാൽ അവിടുന്ന് നല്ല ബൈ ആണ്. അവിടെ വരെ വരും എന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും 1.300 നല്ലൊരു ലോങ്ങർ ടേം ബൈ സൈഡിലോട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നൊരു സംഭവമാണ് GBPയിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയി മാർക്കറ്റ് 1.3400 അവിടുന്ന് ഇന്ന് രാത്രി ഇതിൻ്റെ താഴെയായിട്ട് അവസാനിക്കുകയും നാളെ രാവിലെ നമുക്ക് 1.34 താഴെ കിട്ടുകയും ചെയ്താൽ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടേം സെല്ല് എടുക്കുന്നതിനുണ്ട് തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് GBPയിലും യൂറോയിലും പറയാനായിട്ടുള്ളത്. ഗോൾഡിൽ ഒട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3428 എന്ന് പറയുന്ന റേഞ്ചാണ്. ഓക്കെ, ഗോൾഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആക്ച്വലി എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക, ഒരു സെല്ലേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഇത് മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഒരു സെല്ലേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് എല്ലാം സെല്ല് പ്ലേസ് ചെയ്തിട്ടുള്ളത് 3600 അടുത്തൊക്കെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഇനിയും ഒരു $170 കൂടെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ പോയാൽ 3600 വരെ മാർക്കറ്റ് പോകാം. മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് വാങ്ങുന്നതായിരിക്കും ഒരു ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കിക്കാണാനുള്ളത്. പക്ഷേ ഇന്നത്തെ മൂവ്മെൻറ്റ് നമ്മൾ എത്രമാത്രം കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇന്നൊരു എന്താ പറയുക, എത്ര ലോ വോളിയമുള്ള മാർക്കറ്റായിരുന്നു, പക്ഷേ മാർക്കറ്റ് കയറി മുകളിലോട്ട് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനും സാധിക്കും അല്ലേ. അപ്പം 380 എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്കറ്റ് നിൽക്കുന്നുണ്ട്, അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അല്ലാതെ വേറൊരു കാര്യവും എനിക്ക് പറയാനായിട്ടില്ല. നാളെ രാവിലെ 7:30 മണി ഇന്ത്യൻ ടൈമിംഗ് 3280 കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. 3370 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ എന്താ പറയുക, 3430 ഇപ്പം നിൽക്കുന്ന പ്രൈസ് 3000 നമുക്കറിയാമല്ലേ. ഹൈകൾ എത്തുന്ന നേരത്ത് 3030 അല്ലേ, 3430 അവിടെ വെച്ച് റെസിസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ നിന്നൊരു സെല്ല് എടുക്കാം. 3438 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സെല്ലെടുക്കാം. ഇതിന് എഗെയിൻസ്റ്റാണ് നമ്മുടെ റേഞ്ചിന് മാർക്കറ്റിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളതൊരു റിസ്ക് ഫാക്ടറാണ്. ഒരു $10 പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതുമാണ് എന്നുള്ളതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാനായിട്ടുള്ള കാര്യം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഗോൾഡിൻ്റെ കാര്യം എനിക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വരണം. മാർക്കറ്റ് 3330 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിരിക്കും. 3340 എന്ന് പറയുന്നതും ഒരു സപ്പോർട്ടായിരിക്കും. അതൊരു മൈനർ സപ്പോർട്ടും 3330 എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ടുമായിട്ട് അവിടുന്ന് റീട്രേസ്മെൻറ്റ് വന്നാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ലോങ്ങർ ടേമിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. എന്താ പറയുക, മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ്. ഇന്നത്തെ ദിവസം കഴിവതും മാറി നിൽക്കുക. നമുക്ക് നാളെ ഓപ്പർച്യൂണിറ്റീസ് തരും മാർക്കറ്റ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. അതേപോലെ തന്നെ നാളത്തെ ക്ലാസ്സിനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.